നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് SIT രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2 കേസിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തുള്ള വീട്ടിൽ പോലീസ് ദീർഘനേരം നടത്തിയ ഒരു റെയ്ഡിൽ വിലപ്പെട്ട പല രേഖകളും പിടിച്ചെടുക്കുകയുണ്ടായി എന്നുള്ളത് നേരത്തെ വ്യക്തമാക്കിയിരുന്നല്ലോ. അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടന്ന ഏതാണ്ട് 10 മണിക്കൂർ നടന്ന നീണ്ട സെർച്ചിനൊടുവിൽ അന്വേഷണ സംഘം ധാരാളം ആധാരങ്ങളും അതുപോലെ തന്നെ പണവും സ്വർണ്ണാഭരണങ്ങളും കണ്ടെടുക്കുകയുണ്ടായി. കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിന് ഹാർഡ് ഡിസ്കും അവർ കടത്തി കൊണ്ടുപോവുകയുണ്ടായി. ഈ ഹാർഡ് ഡിസ്ക് പരിശോധിച്ചതിൽ നിന്ന് നിരവധി ദുരൂഹതകൾ തന്നെയാണ് ഇപ്പോൾ SITക്ക് വെളിവായിരിക്കുന്നത് എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ CPMൻ്റെ സമന്നതരായ പല നേതാക്കളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പലപ്പോഴായി പല രീതിയിൽ ബന്ധപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേവസ്വത്തിലെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാവരും CPM അനുഭാവികളായിരുന്നു. മുരാരി ബാബു തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെ. ശബരിമലയിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്ന പമ്പ മണപ്പുറത്ത് നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ 5000 പേർക്ക് സദ്യ ഒരുക്കുന്നതിൻ്റെ ഭക്ഷണ ചുമതല CPM ഏൽപ്പിച്ചിരുന്നത് മുരാരി ബാബുവിനെ തന്നെയാണ്. പഴയടം മോഹനത്തിൻ്റെ സദ്യ ആയിരുന്നു, എന്നാൽ ഇതിൻ്റെ മേൽനോട്ട ചുമതല മുരാരി ബാബുവിനായിരുന്നു, പ്രഭാത ഭക്ഷണത്തിൻ്റെയും ഉച്ചഭക്ഷണത്തിൻ്റെയും എല്ലാം. അപ്പോൾ CPMുമായി അത്രത്തോളം അഭേദ്യമായ ബന്ധമുള്ള ദേവസ്വം ബോർഡിലെ CPMൻ്റെ സമന്നതനായ നേതാവ് തന്നെയാണ് മുരാരി ബാബു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ടുപോയ SIT കൃത്യമായ രീതിയിൽ നിരീക്ഷണം നടത്തി വരുന്നു. ഇതിനിടയിൽ വിലപ്പെട്ട പല വിവരങ്ങളും SITയുടെ കൈവശത്ത് എത്തിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായിട്ട് 5-ാം ദിവസം ചോദ്യം ചെയ്യൽ തുടരുന്ന സാഹചര്യത്തിൽ ഈ കേസിൽ നിർണായകമായ ട്വിസ്റ്റ് ഉണ്ടാവുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് പ്രധാന കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഹാർഡ് ഡിസ്കിൽ നിന്നും കണ്ടെത്തിയ വിവരങ്ങളാണ് എന്ന് തന്നെയുള്ള സൂചനകൾ പുറത്തു വരുന്നു. മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ മാത്രമേ ഇനി മുന്നോട്ട് അന്വേഷണം കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, സ്വർണ്ണപ്പാളികൾ സംസ്ഥാനത്തിന് വെളിയിൽ ഹൈദരാബാദിലും ചെന്നൈയിലും അതുപോലെ ആന്ധ്രയിലുമെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായതോടുകൂടി ഇനി ഇവിടങ്ങളിലെല്ലാം തെളിവെടുപ്പിന് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനു മുമ്പായിക്കൊണ്ട് മുരാരി ബാബു മഹ്സറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ 2019 ജൂലൈ 19 തീയതി മുതൽ ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും പോലീസിന് കൃത്യമായ ഒരു കൃത്യത വരുത്തേണ്ടതുണ്ട്. അതിന് മുരാരി ബാബു ഉൾപ്പെടെയുള്ള ആളുകളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന അറിയിപ്പുകൾ. കഴിഞ്ഞ ദിവസം അനന്ത സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞൊരാളെ വിളിച്ചു വരുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം SIT ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചോദ്യം ചെയ്യലിലും നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ അതീവ ഗുരുതര സ്വഭാവത്തോടുകൂടി രഹസ്യ സ്വഭാവത്തോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഈ കേസിൽ നിർണായകമായ മറ്റു വിവരങ്ങളൊന്നും പുറത്തേക്ക് ചോർന്നു പോകാതിരിക്കാൻ വേണ്ടി സശ്രദ്ധം SITയും ഈ വിഷയവുമായി ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഹാർഡ് ഡിസ്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ SITയെ നിർണായകമായ തലങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഹാർഡ് ഡിസ്കിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ 1-ാം പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി 2-ാം സ്ഥാനത്തേക്ക് വരാം. 1-ാം സ്ഥാനത്ത് 2-ാം സ്ഥാനക്കാരനായ മുരാരി ബാബു തന്നെ ആകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏകദേശ ഒരു സൂചനകളിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നത്. മാത്രമല്ല, ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ സ്വർണത്തിൽ തനിക്ക് കാര്യമായ ഒരു പങ്കും ലഭിച്ചിട്ടില്ല. തനിക്ക് കേവലം തുച്ഛമായൊരു കമ്മീഷൻ മാത്രമാണ് ലഭിച്ചത് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്. എന്നാൽ ഇത് SIT മുഖവിലക്കെടുക്കുന്നില്ല. കാരണം ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതാണ്ട് 30 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ ശബരിമലയിലെ സ്വർണം വിറ്റ വഴിയിൽ അല്ലെങ്കിൽ സ്വർണം അടിച്ചു മാറ്റിയതിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈവന്ന കോടികൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അത് വട്ടപ്പലിശയ്ക്ക് നൽകിയതായി തന്നെയാണ് ഹാർഡ് ഡിസ്കിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ വട്ടപ്പലിശയ്ക്ക് നൽകിയ ആളുകളുടെ ആധാരങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തത് എന്നുള്ള ഭാഷ്യമാണ് ഇപ്പോൾ വരുന്നത്. സ്വർണ്ണാഭരണങ്ങളാവട്ടെ ആ വീട്ടിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ധരിച്ചിരുന്നതാണ് എന്നാണ് അവിടുത്തെ സ്ത്രീകൾ അന്ന് പോലീസിനോട് പറഞ്ഞത്. അതെന്ത് തന്നെയായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും വിലപ്പെട്ട രേഖകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഹാർഡ് ഡിസ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞെട്ടൽ ഉളവാക്കുന്നത് തന്നെയാണ് എന്നുള്ള വസ്തുതകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മുരാരി ബാബു ഉൾപ്പെടെയുള്ള സമന്നതരായ CPM നേതാക്കളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഏത് അക്കൗണ്ടുകളും നിങ്ങൾക്ക് പരിശോധിക്കാമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തോട് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തൻ്റെ ശബരിമലയിലൂടെ തനിക്ക് കൈവന്ന
പണം അത്രയും മറ്റൊരു അക്കൗണ്ടിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നു. അത് മുരാരി ബാബുവിനെ പോലെ CPM-മായി ഉന്നത ബന്ധമുള്ള ഒരാളുടെ അക്കൗണ്ടിലാണ് എന്നുള്ള നിഗമനത്തിലേക്ക് ഇപ്പോൾ SIT എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിന്ന് ഈ പണം കൈകാര്യം ചെയ്തതിലുമെല്ലാം CPM-ന് കൃത്യമായ പങ്കുണ്ട് എന്നുള്ള വിവരങ്ങളിലേക്ക് വിരൽ ചൂണ്ടപ്പെടുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആവശ്യമുണ്ട്. മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതായി വരും. 2019 ദേവസ്വം പ്രസിഡന്റായിരുന്ന പത്മകുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതായി വരും. അന്നത്തെ ചീഫ് എഞ്ചിനീയറെയും വിളിച്ചു വരുത്തേണ്ടതായി വരും എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് പോകുന്നു. ഇപ്പോൾ SIT രണ്ടാം പ്രതി ചേർത്തിരിക്കുന്ന മുരാരി ബാബു ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്ഥാനത്തേക്ക് വന്നേക്കാം എന്നുള്ള അഭ്യൂഹങ്ങൾ പടരുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ CPM-ലെ പല സമുന്നതരായ നേതാക്കളും പരക്കം പായുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു. അതായത് ശബരിമല ദേവസ്വവുമായി ബന്ധപ്പെട്ട് ജോലിയെടുക്കുന്ന CPM-ന്റെ സമുന്നതരായ പല നേതാക്കളും അവരുമായി ബന്ധമുള്ള സംസ്ഥാന തലത്തിലെ ഔദ്യോഗിക പദവിയിലിരിക്കുന്ന പല CPM നേതാക്കളും അങ്കലാപ്പിലാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ സ്വർണത്തിൽ ഏതാണ്ട് 2 കിലോ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തമായി തന്നെ കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള SIT റിപ്പോർട്ട് പുറത്തു വരുന്നു. കൂടാതെ സ്വർണം വിറ്റതോ അല്ലാതെയോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടിയ കോടിക്കണക്കിന് രൂപ ഒരു CPM ഉന്നതൻ്റെ അക്കൗണ്ടിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ വളരെ വലിയൊരു ഗൂഢാലോചന നടന്നിരിക്കുന്നു. ആ ഗൂഢാലോചന തെളിയിക്കേണ്ട ഉത്തരവാദിത്തമാണ് ഇനി SIT-ക്കുള്ളത്. അതിനു മുമ്പായിക്കൊണ്ട് പലരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതായി വരും. ആ ചോദ്യം ചെയ്യലിൽ മാത്രമേ യഥാർത്ഥത്തിൽ ചെമ്പ് തെളിയൂ എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരും എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. കാത്തിരിക്കാം.